ഹായ് മകളെ, നിങ്ങൾ കേട്ടത് ശരിയാണോ എന്നല്ലേ? മറ്റൊന്നുമല്ല, നമ്മുടെ +1 ടെക്സ്റ്റ് ബുക്ക് മൊത്തം മാറാൻ പോവുകയാണ്. വാർത്ത സത്യം തന്നെയാണ്. പക്ഷേ അത് ഈ വർഷം മുതലല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും അടുത്ത വർഷത്തേക്കല്ലേ, പിന്നെ എന്തിനാണ് ഈ തമ്പൊക്കെ ഇട്ടുകൊണ്ട് ഞങ്ങളെ പറ്റിക്കുന്നതെന്ന് വിചാരിക്കും. പ്രിയപ്പെട്ട മക്കളെ, സംഭവം ഞാൻ പറയാൻ പോകുന്ന കാര്യം വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എപ്പോഴും കമൻറ്റ് ബോക്സിൽ ആവശ്യമുണ്ട്. കാരണം അടുത്ത കോണ്ടൻറ്റ് എന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. 10ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ചത് SERT എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കാണ്. നമ്മളെ കേരള ഗവൺമെൻറ് ഇറക്കുന്ന ടെക്സ്റ്റ് ബുക്കാണ്. എന്നാൽ +1 എത്തുന്ന സമയത്ത് നിങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്നത് NCERT എന്ന് പറയുന്ന നാഷണൽ കൗൺസിൽ ഇറക്കുന്ന ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും 10ാം ക്ലാസ് പോലെയുള്ള ടെക്സ്റ്റ് ബുക്കേ അല്ല ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് +1 +2 ടെക്സ്റ്റ് ബുക്ക് മാറുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു തമ്പിട്ട് നിങ്ങളെ ഇവിടേക്ക് എത്തിച്ചത്. പ്രിയപ്പെട്ട മക്കളെ, അതായത് കഴിഞ്ഞ വർഷം +1 പഠിച്ച ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പുതിയൊരു ലോകത്തേക്കാണ് എത്താൻ പോകുന്നത്. പുതിയൊരു ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരു പക്ഷേ 10ാം ക്ലാസ്സിൽ നിങ്ങൾ കണ്ട വർണ്ണാഭമായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളൊന്നും നിങ്ങൾ +1 എത്തുന്ന സമയത്ത് നിങ്ങൾ കാണാനില്ല. പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിത്രങ്ങളൊക്കെ വളരെ കുറച്ച് ലേഖനങ്ങളൊക്കെ എഴുതിയ പോലെ ഒരുപാട് സിമ്പിൾസുകളൊക്കെ നിങ്ങൾ പുതുതായിട്ട് പഠിക്കുന്ന രീതിയിലുള്ള ടെക്സ്റ്റ് ബുക്കാണ് വരുന്നത്. മാത്തമാറ്റിക്സ് ഒക്കെ നിങ്ങൾ 10ാം ക്ലാസ് കണ്ടുപോലെ ഒരുപാട് ചിത്രങ്ങളൊന്നും നിങ്ങൾക്ക് അതിൽ വാരി വലിച്ചിട്ടുണ്ടാവില്ല. ഫുൾ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചിത്രങ്ങളല്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ജോമെട്രിയായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററുകൾ ഉണ്ടെങ്കിൽ പോലും വരക്കാനുള്ള ഒരു ചോദ്യം പോലും നിങ്ങൾക്ക് +1 മാത്സിൽ ഉണ്ടാവാറില്ല. അതുമാത്രമല്ല, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്. സോ പ്രിയപ്പെട്ട മക്കളെ, എന്തുകൊണ്ടാണ് നിങ്ങൾ +1 എത്തുന്ന സമയത്ത് പല കുട്ടികളും +1 വിദ്യാർത്ഥികൾ പറഞ്ഞത് ഈ സബ്ജക്റ്റ് ബുദ്ധിമുട്ടാണ്, മാത്സ് ബുദ്ധിമുട്ടാണ്, ഫിസിക്സ് ബുദ്ധിമുട്ടാണ്, അക്കൗണ്ടൻസി ബുദ്ധിമുട്ടാണ്, ഹിസ്റ്ററി ബുദ്ധിമുട്ടാണെന്നൊക്കെ പല ആൾക്കാരും പറയാറുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ഒറ്റ കാര്യം പറയാനുള്ളൂ. +1 എന്ന് പറയുന്നത് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സിലബസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കാനുണ്ട്. സയൻസ് എടുത്താലും കൊമേഴ്സ് എടുത്താലും ഹ്യൂമാനിറ്റീസ് എടുത്താലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിക്കാനുണ്ട്. ഇനി നിങ്ങൾ സയൻസ് എടുത്ത് ഒരുപാട് കുട്ടികളോട് നിങ്ങളുടെ മറ്റേ അന്വേഷിച്ചിട്ടുണ്ടാവും, സയൻസ് എടുത്താൽ ബുദ്ധിമുട്ടാവോ, സയൻസ് എടുത്താൽ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം സയൻസ് എടുത്താൽ പെടും മോനെ എന്നുള്ളതായിരിക്കും. എനിക്കറിയാം. കാരണം നിങ്ങൾ പല ആൾക്കാരോട് ചോദിച്ച സമയത്തും സയൻസ് ടഫാണെന്നായിരിക്കും അവരുടെ മറുപടി. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കഴിഞ്ഞ വർഷത്തേക്ക് റിസൾട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് 84% കുട്ടികൾ പാസ്സായത് സയൻസ് സബ്ജക്റ്റ് എടുത്ത വിദ്യാർത്ഥികളാണ്. എന്നാൽ 76% കുട്ടികൾ മാത്രമാണ് കൊമേഴ്സ് എടുത്തിട്ട് പാസ്സായത്. 63% കുട്ടികൾ മാത്രമാണ് ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികൾ പാസ്സായത്. അത് 100 കുട്ടികൾ എഴുതുന്നെങ്കിൽ 84 കുട്ടികളും സയൻസ് എടുത്ത വിദ്യാർത്ഥികൾ പാസ് മാർക്ക് ഉണ്ടെങ്കിൽ അതിൽ 76% മാത്രം കുട്ടികളാണ്, അല്ലെങ്കിൽ 76 കുട്ടികൾ മാത്രമാണ് കൊമേഴ്സിൽ പാസ്സാവുന്നത്. 63 കുട്ടികൾ മാത്രമാണ് ഹ്യൂമാനിറ്റീസിൽ പാസ്സാവുന്നത്. അപ്പോൾ സയൻസ് ടഫായിട്ടും എന്തുകൊണ്ട് കുട്ടികൾ പാസിംഗ് റേറ്റ് കൂടുന്നുണ്ട്, മാർക്ക് കൂടുന്നുണ്ട്? A+കളുടെ എണ്ണം ഏറ്റവും കൂടുതൽ സയൻസ് സബ്ജക്റ്റുകളിലാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കാരണം പല കുട്ടികളും ആദ്യം മുതലേ പഠിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. +1 എത്തുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉഴപ്പാൻ പാടില്ല. 10ാം ക്ലാസ് പോലെ ഒരു പക്ഷേ നിങ്ങൾ ലാസ്റ്റത്തെ 2-3 മാസം അല്ലെങ്കിൽ എക്സാമിൻ്റെ ഒരു മാസം മുമ്പ് എല്ലാ എക്സാമുകളും, യൂണിറ്റ് എക്സാം, അതേപോലെ മോഡൽ എക്സാമുകൾ, നിങ്ങളെ ഹാഫ് ഇയർലി എക്സാമുകൾക്കൊക്കെ മുമ്പേ നിങ്ങൾ ഒരു മാസമൊക്കെ മുമ്പേ പഠിച്ച് ക്രാക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതുപോലത്തെ ഒരു സിസ്റ്റം നിങ്ങൾക്ക് +1 എത്തിയിട്ട് കാര്യമില്ല. 10ാം ക്ലാസ്സിൽ ഫുൾ A+ എഴുതിയ പല കുട്ടികളും +1 എത്തുന്ന സമയത്ത് പാസ്സാവാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്താറുണ്ട്. കാരണം അതിൻ്റെ റീസൺ 10ാം ക്ലാസ് ഞാൻ നല്ല കഷ്ടപ്പെട്ട് പഠിച്ചു, അതുകൊണ്ട് കുറച്ച് ഞാൻ റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിക്കുന്നവരായിരിക്കും. പക്ഷേ അങ്ങനെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ആദ്യം മുതലേ സ്റ്റാർട്ടിങ് മുതലേ നിങ്ങൾ പഠിക്കാൻ തന്നെ ശ്രമിക്കുക. സൈലത്തിൻ്റെ അഗ്നി ബാച്ചും കിങ്സ് 11 ബാച്ചും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് ഓരോ ക്ലാസ്സുകളെ പറ്റി നിങ്ങൾക്ക് അന്വേഷിക്കാം. ഏറ്റവും മികച്ച അധ്യാപകരുടെ കീഴിലാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ്, +1 പോയ സമയത്ത് ഞാൻ എൻ്റെ പഠനകാലത്ത് ഞാൻ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്ന് എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല എൻ്റെ +1 സിലബസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ടീച്ചേഴ്സ് കുറച്ച് മോശം കൂടിയാണെങ്കിൽ, ടീച്ചേഴ്സ് മോശം എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നതിൽ കുറേ ആൾക്കാർ പലതരത്തിലുള്ള സ്റ്റൈലുകളായിരിക്കും ഉണ്ടാവുക. എല്ലാ ടീച്ചേഴ്സിൻ്റെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലാവണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ കുറേ കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ മനസ്സിലാവാത്ത, ഇഷ്ടപ്പെടാത്ത കുറച്ച് കുട്ടികൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ, അത് ഏത് ടീച്ചറാണെങ്കിലും അതുണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നിങ്ങൾ പോകുന്ന +1 ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചേഴ്സ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ ടഫ് ആവുന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഫുൾ A+ എന്ന് പറയുന്ന ലക്ഷ്യം, അതേപോലെ തന്നെ നല്ല മാർക്ക് വാങ്ങുന്ന ലക്ഷ്യമൊക്കെ അവിടെ പോകും. അതുകൊണ്ട് റിസ്ക് എടുക്കരുത്. നിങ്ങൾ ആദ്യം മുതലേ, വെക്കേഷൻ മുതലേ പറ്റുന്ന അത്രയും സബ്ജക്റ്റുകൾ ഒരു 1-2 ചാപ്റ്റേഴ്സ് എങ്കിലും പഠിച്ചിട്ട് വേണം നിങ്ങൾ +1 പോകാൻ. കൂടാതെ നിങ്ങൾക്ക് +1 ഓണം എക്സാം ഒന്നുമില്ല, നിങ്ങൾക്ക് ഹാഫ് ഇയർലി എക്സാമാണ് ആദ്യത്തിൽ വരിക. അതുകൊണ്ട് ഡിസംബർ മാസത്തിലായിരിക്കും നിങ്ങൾക്ക് എക്സാം വരിക. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പഠിക്കണം എന്നുള്ള ആഗ്രഹം ഒന്നും ഉണ്ടാവില്ല. 10ാം ക്ലാസ്സിൽ എത്തിയ സമയത്ത് നിങ്ങൾക്ക്
ഏറ്റവും കൂടുതൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് 10ാം ക്ലാസ്സിലെ ആദ്യത്തെ എക്സാം ആയിട്ടുള്ള ഓണം എക്സാമിന് നല്ല മാർക്ക് വാങ്ങണം എന്നൊരാഗ്രഹം ഒരു പക്ഷേ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. പക്ഷേ അങ്ങനത്തെ ഒരു എക്സാം ഒന്നും നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് സ്കൂൾ നടത്തുന്ന എക്സാം ആയതുകൊണ്ട് നിങ്ങൾ അത്ര ഗൗരവത്തിൽ കാണില്ല. പക്ഷേ ആ സമയത്തും ഗൗരവത്തിൽ കാണുന്ന കുട്ടികളായിരിക്കും നമ്മുടെ +1 +2 കഴിഞ്ഞ സമയത്ത് ഏറ്റവും ഉന്നതിയിലും ഏറ്റവും നല്ല മാർക്കിലുണ്ടാവുക. സോ നിങ്ങൾ സീരിയസോട് കൂടി തന്നെ കാണുക പ്രിയപ്പെട്ട മക്കളെ. സിലബസ് മാറുന്നുണ്ടോ വെച്ചാൽ എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പുതിയ ലോകത്തേക്കാണ് നിങ്ങൾ ഹയർ സെക്കൻഡറിയിലേക്ക് വരാൻ പോകുന്നത്. എല്ലാവർക്കും ഈ ഹയർ സെക്കൻഡറി ലോകത്തേക്ക് സ്വാഗതം. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. മാത്സും മറ്റെല്ലാ സബ്ജക്റ്റും നമുക്ക് അടിച്ചു പൊളിക്കാം. വിഷ് യു ആർ ദ ബെസ്റ്റ് ഗൈസ്. ബൈ.